ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരായ നാണംകെട്ട തോൽവിയുടെ സെമി കാണാതെ പുറത്തായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അക്കിബ് ജാവേദിന്റെ നേതൃത്വത്തിലുള്ള പരിശീലക സംഘത്തെ പുറത്താക്കാൻ പാക് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് 60 റൺസിന് തോറ്റ പാകിസ്ഥാൻ ഇന്ത്യയോട് 6 വിക്കറ്റിന് തോൽക്കുകയായിരുന്നു. ഇന്നലെ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെതിരെ ജയിച്ചതോടെ സെമിയിലെത്താനുള്ള നേരിയ പ്രതീക്ഷയും അവസാനിക്കുകയും ചെയ്തു. 29 വർഷങ്ങൾക്ക് ശേഷം രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഒരു ICC ടൂർണമെന്റിൽ സെമി പോലും കാണാതെ പുറത്തായെന്ന നാണക്കേടിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. 1996 ഏകദിന ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാൻ ഒരു ICC ടൂർണമെന്റിന് വേദിയാകുന്നത്. കഴിഞ്ഞ വർഷം ഗാരി ക്രിസ്റ്റൻ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് മുൻ പേസറായ അക്കിബ് ജാവേദിനെ പാക് ക്രിക്കറ്റ് ബോർഡ് ഇടക്കാല പരിശീലകനായി നിയമിച്ചിരിക്കുന്നത്. പിന്നീട് ഓസ്ട്രേലിയൻ മുൻ പേസറായ ജേസൺ ഗില്ലസ്പി ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഈ ചുമതലയിൽ അക്കിബ് ജാവേദിനായി. നാട്ടിൽ 2 വർഷമായി ടെസ്റ്റ് ജയിക്കാതിരുന്ന പാകിസ്ഥാൻ സ്പിന്നർമാരെ അമിതമായി തുണയ്ക്കുന്ന പിച്ചുകൾ ഒരുക്കി ഏതാനും മത്സരങ്ങൾ ജയിച്ചതോടെ അക്കിബ് ജാവേദ് പരിശീലകനായി തുടരുകയായിരുന്നു. ഇടക്കാല പരിശീലകനായ അക്കിബ് ജാവേദിന് പകരം സ്ഥിരം പരിശീലകനെയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിനും ടെസ്റ്റ് ക്രിക്കറ്റിനും വെവ്വേറെ പരിശീലകൻ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതുവരെ. പദവി എപ്പോൾ വേണമെങ്കിലും തെറിക്കുമെന്നതിനാൽ വിദേശ പരിശീലകരാരും കോച്ച് സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സൂചന. അതുകൊണ്ട് തന്നെ മുൻ താരങ്ങളിലാരെങ്കിലുമായിരിക്കും പരിശീലകനായി മുഖം രക്ഷിക്കാൻ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ശ്രമമെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.